Hi students, once again welcome to your IT class. I hope all are fine. Good, I am also fine. Are you ready? Let us start our class. Okay. Today we are going to study our 5th chapter, Typing with the Wattpad. Then all of you listen. Page number 54. Take your textbook. Page number 54. 5th chapter, Typing with the Wattpad. Computers help us to write the letters, stories, poems, essays, etc. Word processor is used to create a document with text and picture. It acts as a notebook in a computer. Here we can study about a word processor called Wattpad. ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ വേഡ് പ്രോസസ്സറിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന വേഡ് പ്രോസസ്സറിന്റെ പേരാണ് Wattpad. What are the use of Wattpad? Yes, we know that computer helps us to write the letters, stories, poems, essays, etc. Wattpad is used to create document with the text and picture. അല്ലേ, നമുക്കറിയാം കമ്പ്യൂട്ടർ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു റൈറ്റ് ലെറ്റേഴ്സ്, സ്റ്റോറീസ്, ഡോക്യുമെന്റ്സ്, എസ്സൈസ്, പോയം എക്സെട്ര. അപ്പൊ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി വാണ്ട് എ ഹെൽപ്പ് ഓഫ് വൺ വേഡ് പ്രോസസർ. അല്ലെ, ഒരു വേഡ് പ്രോസസറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പ്യൂട്ടറിലെ സ്റ്റോറീസോ പോയംസോ ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ വേഡ് പ്രോസസറിന്റെ പേരാണ് Wattpad. Wattpad is a word processor. It acts as a notebook in a computer. അല്ലെ, കമ്പ്യൂട്ടറിൽ നമ്മൾ സാധാരണയായിട്ട് നോട്ട്ബുക്കിലാണ് നമ്മൾ എഴുതാറ്. അല്ലെ, സ്റ്റോറീസ് ഒക്കെ എഴുതാറില്ലേ? സ്റ്റോറീസ് എഴുതും, പിക്ചർ പോയത്. അപ്പൊ കമ്പ്യൂട്ടറിൽ നോട്ട്ബുക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത്? Wattpad. Okay. Then first we want to study more about a word processor. A word processor is a software which is used to type, edit and format a document using computer. Word processor. വേഡ് പ്രോസസറാണ് Wattpad. വേഡ് പ്രോസസർ എന്താണ്? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ. വേഡ് പ്രോസസർ ഈസ് എ സോഫ്റ്റ്വെയർ which used to type, edit and format a document in a computer. കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്തൊക്കെ ചെയ്യാം? ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യാം, വേഡ് പ്രോസസർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. പിന്നെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു. വേഡ് പ്രോസസർ സഹായിക്കും. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് യൂസ്ഡ് ടു type, edit and format a document in a computer. There are many word processors available today. There are a lot of word processors. Then a few of them are Wattpad, Notepad, Microsoft Word, Adobe Word, OpenOffice, Writer, etc. These are some word processors. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലോഗോയൊക്കെ ഉണ്ട്. ഫസ്റ്റ് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് Wattpadന്റെ സ്ക്രീനാണിത്, ഇതിന്റെ ലോഗോ ആണിത്. പിന്നെ ഇത് Wattpad, ഇത് വേഡ് 2010, ഇത് ഓപ്പൺ ഓഫീസ്. ഓക്കെ, ഇതിന്റെയൊക്കെ സ്ക്രീൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിൻഡോസ് എങ്ങനെയാണെന്ന് ഇത് കാണുന്നത്. ഇത് അതിന്റെ ലോഗോസ്. ഓക്കെ, then listen. Word processor allows you to see what you type on the keyboard. എന്താണ്? Word processor allow you to see what you type on the keyboard. കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിൽ കാണണമെങ്കിൽ എന്ത് വേണം? വേഡ് പ്രോസസർ വേണം. സോ യു ക്യാൻ കറക്റ്റ് ദ മിസ്റ്റേക്ക് ബിഫോർ ടേക്കിംഗ് ദ പ്രിന്റ് ഔട്ട്. സാധാരണയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ സ്റ്റോറീസോ പോയംസോ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കും. അല്ലെ, പ്രിന്റർ ഉപയോഗിച്ചിട്ട് പേപ്പറിലേക്ക് എടുക്കുന്നതാണ് ഹാർഡ് കോപ്പി. അപ്പൊ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചില അൺവാണ്ടഡ് വേർഡ്സ് ഒക്കെ അതിനകത്ത് അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഉണ്ടാവും, അല്ലെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാൻ ഈ വേഡ് പ്രോസസർ ഉപയോഗിക്കാൻ പറ്റും. ദ പ്രിന്റിംഗ് ഈസ് ഡൺ യൂസിങ് എ പ്രിന്റർ. യു ക്യാൻ കറക്റ്റ് ദ മിസ്റ്റേക്ക് ബിഫോർ ടേക്കിംഗ് ദ പ്രിന്റ് ഔട്ട്. അല്ലെ, പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം.
നമ്മൾ എഴുതിയിട്ടുള്ള സ്റ്റോറീസോ അല്ലെങ്കിൽ പോയമോ ഡോക്യുമെന്റ് എന്തുമാണ്. ഓക്കെ, when you write a poem you may make spelling mistakes, miswords or use unwanted character or words. അല്ലേ, ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് സംഭവിക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും, ചില സ്പെല്ലിംഗ് വിട്ടുപോകും, ചില ലെറ്റേഴ്സ് കൂടുതലായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ദിസ് മിസ്റ്റേക്ക് ക്യാൻ ബി കറക്റ്റഡ് വെരി ഈസിലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേർഡ് പുസ്തകം. ഒരു വേർഡ് പുസ്തകത്തിന്റെ സഹായത്തോടു കൂടി ഈ മിസ്റ്റേക്സ് എല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ. ഓക്കെ, എന്താണ് വേർഡ്പാഡ്? ഇസ് എ വേർഡ് പുസ്തകം. ഇറ്റ് യൂസ്ഡ് ടു ടൈപ്പ് ലെറ്റേഴ്സ്, സ്റ്റോറീസ്, ഡോക്യുമെന്റ് എക്സെട്ര. Then what is word processor? Yes, word processor is a software which is used to type, edit and format in a computer. Okay. Then next one more about the WordPad. Page number 56 top right ആണ്. ഇതാണ് WordPad സ്ക്രീൻ. Can you see? Yes. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. Then WordPad is a simple window-based word processor. It comes with the Windows operating system. It is used to type text using keyboard and edit it. Then listen once again. WordPad is a simple window-based word processor. എന്താണ് വിൻഡോ ബേസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് പ്രൊസസർ ആണ് എന്ത് WordPad. ഇറ്റ് കംസ് വിത്ത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മള് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചില്ലേ, അങ്ങനെ പഠിച്ചായിരുന്നല്ലോ അല്ലെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചില്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ WordPad പഠിച്ചിട്ടുള്ളത് ഇറ്റ് ഇസ് എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇറ്റ് കംസ് വിത്ത് ദ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ടെക്സ്റ്റ് യൂസിങ് കീബോർഡ് ആൻഡ് എഡിറ്റ്. അല്ലെ, കീബോർഡ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത് WordPad. You can modify whenever you want. അല്ലെ, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മോഡിഫൈ ചെയ്യാം. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് എ വേർഡ് പ്രൊസസർ നോട്ട്പാഡ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു വേർഡ് പ്രൊസസർ ആണ് നോട്ട്പാഡ്. അതതിന്റെ പഴയ വേർഷനാണ്. ന്യൂ വേർഷൻ ആണത് WordPad. WordPad ഈസ് മോർ അഡ്വാൻസ്ഡ് ദാൻ നോട്ട്പാഡ്. അല്ലെ, നോട്ട്പാഡിനേക്കാൾ കൂടുതൽ വർക്ക് എന്താണ് ഫെസിലിറ്റീസ് എവിടെയുണ്ട്, WordPad-ലുണ്ട്. ഇറ്റ് ഹെൽപ്സ് യു ടു ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ ടെക്സ്റ്റ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും WordPad ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ നോട്ട്പാഡ്. ടു സ്റ്റാർട്ട് WordPad ഫോളോ ദി സ്റ്റെപ്പ് ഗിവൺ ടു. നമ്മൾ പെയിന്റ് പഠിച്ചപ്പോൾ there are some steps to open a paint. See, okay, like that. Here we want to use some steps to open a WordPad window. ഒരു WordPad window open ചെയ്യാൻ എന്താണ് there are some steps. First one, click on the start button. First then click on the start button. നമ്മൾ നേരത്തെ പഠിച്ചതാണ് പെയിന്റ് ആണെങ്കിൽ എന്താണ് ഫസ്റ്റ് എവിടെ ക്ലിക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ട് ബട്ടൺ. Then choose all ആപ്സ്. അല്ലേ, ഫസ്റ്റ് എന്ത് ചെയ്യും സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ കാണിക്കും. അതിൽ നമ്മൾ ചൂസ് ഓൾ ആപ്സ് എന്താണ് ചൂസ് ഓൾ ആപ്സ് അത് ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് വിൻഡോസ് ആക്സസറീസ്. നെക്സ്റ്റ് എന്താണ് സെലക്ട് ചെയ്യാം വിൻഡോസ് ആക്സസറീസ്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് സെലക്ട് WordPad. These are the steps to open a WordPad window. ഒരു WordPad window open ചെയ്യുന്ന steps ആണ്. First, click on the start button. Then start button click ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ലിസ്റ്റ് കാണിക്കും, കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിന്ന് സെലക്ട് ഓൾ ആപ്ഷൻ. Then next select Windows accessories. Then select WordPad. Okay, these are the 4 steps to open a WordPad window. Then another way to open WordPad is to double click on the WordPad icon on the desktop. വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, WordPad ഓപ്പൺ ചെയ്യാം. അല്ലേ, നമ്മൾ പറഞ്ഞു ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് കഴിഞ്ഞ പഠിച്ചല്ലേ, ഡെസ്ക്ടോപ്പ് ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ മൗസ് ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അല്ലേ
സിംഗിൾ ക്ലിക്ക് ഡബിൾ ക്ലിക്ക് ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് സിംഗിൾ ക്ലിക്ക്? സിംഗിൾ ക്ലിക്ക് എന്തിനാ? ഒരു ഫയലോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനാണ് സിംഗിൾ ക്ലിക്ക് അല്ലേ? ഡബിൾ ക്ലിക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? വി ക്യാൻ ഓപ്പൺ എ പ്രോഗ്രാം അല്ലേ? വേഡ് പാഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് വേഡ് പാഡിന്റെ ഐക്കൺ ഉണ്ടാവും അല്ലേ? വേഡ് പാഡ് ഐക്കൺ ഉണ്ട്. ഇതില് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഓപ്പൺ ആയിട്ട് ഓക്കെ. ഇതാണ് ഡബിൾ ക്ലിക്ക്. മൗസ് ഓപ്പറേഷൻസ് എന്നാണ് ഡബിൾ ക്ലിക്ക് അല്ലേ? Another way to open WordPad is double click on the WordPad icon on the desktop. Okay. Then the WordPad window will appear as shown in the figure below. നമ്മൾ ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് WordPad window ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണുന്ന പിക്ചറാണ്. Okay. Can you see? Yes. To work in WordPad, you must be familiar with the keyboard. അപ്പോൾ നമുക്ക് വേഡ് പാഡ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? want to know about the keyboard. Let us see the working of WordPad using keyboard by typing Deepu's poem. ഇവിടെ ദീപു ഒരു പോയം നമ്മുടെ വേഡ് പാഡ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് എന്ത് പഠിക്കാം? Let us see working of WordPad using keyboard. Okay. Okay, he said what a word processor do. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു വേർഡ് പ്രോസസ്സറിന് ചെയ്യാൻ കഴിയുന്നത്. കമ്പോസിംഗ്, എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ്, സ്റ്റോറിംഗ് ആൻഡ് പ്രിന്റിംഗ്. ഓക്കെ. Then what is this? Can you say what is this? Yes, it is keyboard. It is familiar with you. Okay. Is it? നിങ്ങൾക്ക് അറിയില്ലേ? കീബോർഡ് കണ്ടിട്ടില്ലേ? Okay. Here there are some keys introducing here. First line എന്താണ്? ഫംഗ്ഷൻ കീ. പിന്നെ ടാബ് കീ ഉണ്ട്, ക്യാപ്സ് ലോക്ക് ഉണ്ട്, സ്പെഷ്യൽ കീസ്, എന്റർ കീ, ആരോ കീസ്, സ്പേസ് ബാർ കീ, ഓൾട്ട്, ഷിഫ്റ്റ്, കൺട്രോൾ കീ. ഇതൊക്കെ എന്താണ്? കീബോർഡിലുള്ള കീസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? Let us study more about this keys. Okay. The keys on the keyboard are classified into alphabetic keys, then numeric key is the first one, alphabetic keys, then numeric keys, function keys, then last one, special keys. These are the four types of keys on a keyboard. Right? You have already studied the alphabetic keys and the numeric keys. Then say, what is the alphabetic keys? Yes, the keys with the A to Z are part of it. Keyboard is A to Z whatever keys stand for them. They are called alphabetic keys. Then numeric keys. Then keys with the 0 to 9. 0 to 9 correct. These are numeric keys. Then function keys are which are there? Yes. The keys with the F1 to F1. These keys we are already learned. Now we are going to study more about the special keys. Okay. Now let us discuss special keys. These keys help you to do some special tasks. Some of these keys may work in combination with the other key. Some important special keys are as follows. നമുക്ക് പഠിക്കാനുള്ള സ്പെഷ്യൽ കീസ് ആണ്. Then listen. Study more about the special keys. First one, enter key. Enter key is used to move the cursor to the beginning of the next line. പഠിച്ചിട്ടുള്ളതാണ് enter key. എവിടെയില്ലേ? Enter key. What is the use of enter key? Yes, enter key is used to move the cursor to the beginning of the next line. ഇപ്പൊ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ enter key പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ cursor next line ഫസ്റ്റിൽ വന്നിട്ട്. Okay, so we can say enter key used to move
cursor to the beginning of the next line. Okay. Then next one, space bar key. It is used to put a space between two words. Space bar key is the longest key on the keyboard. Keyboard uണ്ടല്ലേ? Okay. ലാബിൽ പോകാൻ പറ്റുന്നുണ്ട്. ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. Space bar key is used to put a space in between two words or letters. Space bar key. It is the longest key on the keyboard. Okay, keyboard ഉള്ള എല്ലാ കീസിലും longest ആയിട്ടാണ് the space bar key. It is used to put a space between two words. Then next one, caps lock key. Caps lock key is used to type capital letters. Used to type capital letters. Caps lock on ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതല്ല capital letter ആയിരിക്കും. Off ആണെങ്കിലോ small letter. Okay. Then next one, shift key. It is used to get the upper character. Okay, keyboard le numbers ke kude ande aa keyate enduണ്ട് അതിന്റെ lower ആയിട്ട് കുറച്ച് special characters ഉണ്ട് which is used to get upper characters. ആ നമ്പറിന്റെ മേലുള്ള character കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് shift key ഉപയോഗിക്കുന്നത്. Then next one, backspace key. It is used to erase the letters from left side of the cursor. എന്താണ് കർസറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലെറ്റർ എന്ത് ചെയ്യണം ഇറേസ് ചെയ്യാനാണ് ബാക്സ്പേസ് കീ ഉപയോഗിക്കുന്നത് അല്ലേ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഇവിടെ ഇവിടെയാണ് കർസർ ഉപയോഗിക്കുന്നത് ഇവിടെ ഹോം ഓപ്ഷൻ എന്താണ് HOME വരെ മതി ഈ വേണ്ട അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്സ്പേസ് കീ പ്രസ് ചെയ്ത് ഈ കർസറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഇതാണ് ഇറേസ് ചെയ്യും ഓക്കെ അതാണ് ബാക്സ്പേസ് കീ ഓക്കെ then next one delete key it is used to erase the letter right of the cursor എന്താണ് ബാക്സ്പേസ് കീയും ഡെലിറ്റ് കീയും ഇറേസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ വ്യത്യാസം എന്താണ് ഡിഫറൻസ് ബാക്സ്പേസ് കീ യൂസ്ഡ് ടു ഇറേസ് ദ ലെറ്റർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കർസർ അല്ലേ കർസറിന്റെ ലെഫ്റ്റ് സൈഡ് ഉള്ള ഇറേസ് ചെയ്യാനും ഡെലിറ്റ് ചെയ്യാനെല്ലാം കർസറിന്റെ റൈറ്റ് സൈഡിലുള്ള കർസർ നോക്കിയാണെങ്കിൽ ഡെലിറ്റ് കൊടുത്താൽ എന്താ റൈറ്റ് സൈഡിലുള്ള ഈ ഡെലിറ്റ് ആയിരിക്കും ഇറേസ് ആയിട്ട് ഓക്കെ these are the special keys. So once again, first one enter key, then space bar key, caps lock, shift key, backspace, and then delete key. These are the special keys. Okay, you understand right? Okay, now we are going to wind up our class. Then sir, do you understand what we learned today? Okay, then sir, what we learned today? Yes, first of all, we learned about the word pad and word processor. What is word processor? It is a software used to type, edit and format. Okay. That's the name of one word processor. Yes. And we are going to study the word processor, word pad. Word pad is a word processor. How can we open WordPad window? And WordPad window open here. Which are the steps? Yes. First, click on Start button. Then choose all apps. Select Windows accessories. Then last, select WordPad. Okay. Then next we learn about the different keys on the keyboard, especially special keys. And say which are the special keys we learned today? Yes. Enter key, space bar key, caps lock key, then shift key, backspace key and delete key. Then all of you read and study well. Let us see next class. Okay, thank you.